സ്വാഗതം. വീഡിയോയ്ക്ക് സ്വാഗതം. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ഫാമിലി സൂപ്പറാ. നമ്മളിന്നല്ല, ഞങ്ങളിങ്ങനെ ഇരുന്ന സമയത്ത് എന്താ പറയാ, ഇങ്ങനെ തലപര കണ്ടു നടന്നപ്പോൾ ഞങ്ങൾക്ക് വിശപ്പ്, നല്ല വിശപ്പ്. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്താണ്, ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ നമ്മുടെ സ്ഥിരമായിട്ട് ഞങ്ങൾ വിളിക്കുന്ന, അതായത് ഓർഡർ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഫുഡ് സർവീസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഈറ്റിഗോ എന്നാണ്. അപ്പോൾ അവരെ വിളിച്ച് നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരമാണ്, ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്കും മോനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതാണ് കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ട വെജ് ആട്ടോ, നോൺ അല്ല, വെജ്. വൃന്ദാവൻ ഹോട്ടലിൽ നിന്നാണ് എനിക്ക് കൂടെ. അപ്പോൾ ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഞങ്ങൾക്ക് ഇഷ്ടം. അതിൽ പനീരൊക്കെ ഉണ്ട്. ഞങ്ങൾ നോൺ വെജ് കഴിക്കുന്നവർ തന്നെയാണ് കേട്ടോ. പക്ഷെ അത് ഒരു പിന്നെ നമ്മൾ എന്താ പറയുക, ഫിനാൻഷ്യൽ വൈസ് അങ്ങനെ പൈസയുടെ കാര്യത്തിലും നമ്മളത് നോക്കും. കാരണം എന്താ പറയുക, കുറച്ച് റേറ്റ് കുറവൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റ് ഉള്ള സാധനമാണ് കൊത്തു പൊറോട്ട. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലും കൂടിയാണ് ഈ വൃന്ദാവൻ ഹോട്ടൽ, ഇരിങ്ങാലക്കുട കൂടെ കേട്ടോ. അപ്പോൾ പിന്നെ ഇരിങ്ങാലക്കുട വേറെ ഒരു ഫേമസ് ഹോട്ടലാണ് വീനസ്. അത് കുറേ സ്ഥലങ്ങളിലുണ്ട് വീനസ്. പിന്നെ അങ്ങനെ ഒരു ഹോട്ടൽ ഇതാ റിലാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അങ്ങനെ ഒരുപാട് ഹോട്ടലുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നത് ഈ വീനസിലും ഈ വൃന്ദാവനിലുമാണ് കൂടുതലും പോവുക. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് നമ്മളെന്താ പറയാ, ഈറ്റിഗോ വഴി, അതായത് ഫുഡ് സർവീസ് ആ ഒരു വഴി നമ്മൾ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേരേ ഉള്ളൂ ഇവിടെ. ആളില്ല ഇവിടെ. ആള് ഡൽഹി പോയിരിക്കുക. അതുപോലെ തന്നെ മൂത്ത മോൻ ഞാൻ പറഞ്ഞല്ലോ, അവൻ ഹോസ്റ്റലിലാണ്. ഇപ്പൊ വെക്കേഷനൊക്കെ ആകുമ്പോൾ വരുള്ളൂ. അതാണ് എന്താ ഞാൻ ഇടയ്ക്കൂടെ അവന്റെ സംഭവം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രം എന്താ എപ്പോഴും വരണത്. കാരണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല്, എന്റെ ആൾക്ക് ഇങ്ങനെ വീഡിയോയില് വരാനും നമുക്ക് ഭയങ്കര ഒരു ആൾക്ക് അത്ര താല്പര്യം വീഡിയോയിൽ വരാം. പിന്നെ അഥവാ വരാണെങ്കിൽ തന്നെ ഭയങ്കര പ്രിപ്പയർഡ് ഒക്കെ ആയിട്ടൊക്കെ വേണം ആള് വരണമെങ്കിൽ. അപ്പോൾ വീഡിയോയിൽ ആള് വന്ന് സംസാരിക്കലൊക്കെ വളരെ കുറവായിരിക്കും. കാണാം. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആളെ കാണിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആള് പറയലും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ എൻ്റെ മൂത്ത മോൻ കുഴപ്പമില്ല, അവനും വീഡിയോയിലൊക്കെ വരും. പക്ഷെ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കലും പിടിക്കലും ഒക്കെ ഞാൻ തന്നെയാണ്. ഇവൻ പോലും എന്നെ സഹായിക്കും പോലും. അത് ഇവനെ ഞാൻ പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നപ്പോ അതുപോലും ഇല്ല. ഒക്കെ നിന്നെ എനിക്ക് പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു വീഡിയോ പിടിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് പറയും. പനിയാ, എവിടെ പനി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊത്തു പൊറോട്ട വന്നിട്ട് അതിൻ്റെ ഇത് കാണിച്ചു തരാം. എങ്ങനെയാണ് കാണിച്ചു തരാം ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഓക്കെ, ഞങ്ങളുടെ ഫേവറേറ്റ്സ് ആണ്. എന്ത് കൊത്തു പൊറോട്ട? കൊത്തു പൊറോട്ടയാണ്. പക്ഷെ കൊത്തു പൊറോട്ട പല രീതിയിലും നമുക്കും തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അതിൽ നമുക്ക് ചിക്കൻ ചേർത്തിട്ട് തയ്യാറാക്കാം, മുട്ട ചേർത്തിട്ട് തയ്യാറാക്കാം, വെജിറ്റബിൾസ് ചേർത്തിട്ട് തയ്യാറാക്കാം. എങ്ങനെ വേണം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു കൊത്തു പൊറോട്ട തയ്യാറാക്കാം. കൊത്തു പൊറോട്ട നമ്മൾ ഉണ്ടാക്കാറില്ലേ? ഇപ്പോൾ ബാക്കി നമുക്ക് പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ആയാലും മതി. അത് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ലെഫ്റ്റ് ഓവർ വരികയാണെങ്കിൽ അത് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ ഇട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി. ഓക്കെ, പൊറോട്ടയോ ചപ്പാത്തിയോ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വി ആർ വെയിറ്റിംഗ് ഫോർ കൊത്തു പൊറോട്ട. ചേട്ടൻ വരട്ടെ. ചേട്ടൻ വിളിച്ചിട്ടുണ്ടായത് കൊത്തു പൊറോട്ട കൊണ്ടുവരാൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം വരട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് അത് കഴിക്കാം. ഞങ്ങൾ വിശന്നിട്ട് പ്രായം പോയിട്ട് വയ്യ. ചോറ് കഴിക്കാം, ചോറുണ്ട്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ വെക്കൽ വളരെ കുറവാണ്. ആളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കലുണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ന്യൂഡിൽസോ അല്ലെങ്കിൽ മക്കാനിയോ അല്ലെങ്കിൽ ചോക്കോസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കഴിച്ചിങ്ങനെ പോവുക. പിന്നെ ഇങ്ങനത്തെ പോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അപ്പം മടിയായിട്ട്, അപ്പോൾ വൈകിട്ടാണ്. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ മടിയായി. അപ്പം ഞാൻ വിചാരിച്ചത് കൊത്തു പൊറോട്ട രാത്രിക്കലേക്ക് ചോറ് നോക്കാം.
അപ്പോൾ ചോറുണ്ട്, കറി ഒന്ന് കുത്തിക്കച്ചണം, പയർ കുത്തിക്കച്ച കറി കഴിഞ്ഞു. പിന്നെ അച്ചാറുണ്ട്, അപ്പോൾ മാങ്ങക്കറി ഉണ്ട്, അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ 10 പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കുറേ ഇപ്പം ഞങ്ങൾ വിചാരിക്കണം എന്തോ ഒരു പ്രാവശ്യം ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞൊക്കെ റിപ്പീറ്റ് ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെ ഫ്ലോയിൽ വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്ലീസ് ക്ഷമിക്കുക, ഓക്കെ. അപ്പോൾ പിന്നെ എന്താ, വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ മറക്കരുത് ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പറയൂ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അവിടെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെല്ലുണ്ട്, അതിൻ്റെ പോയിട്ട് നിൽക്കുക. നീ പറയുന്നതൊന്നും കേൾക്കണം പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഉറക്കം പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മെയിൻ, നിങ്ങൾ സപ്പോർട്ട്, ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. അപ്പോൾ അതെപ്പോഴും ഞാൻ പറയുന്നത്, എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് എപ്പോഴും പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറയും, എനിക്ക് എൻ്റെ ജോലി അതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറയണ്ടേ. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതൊക്കെ ലാസ്റ്റ് പറയേണ്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ തന്നെ അവസരപ്പിക്കും. അപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവമൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ ഫുഡ് വരട്ടെ, അന്നത് അപ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡും കൊണ്ട് ചേട്ടൻ വന്ന് പോവാണ് കേട്ടോ. ഈറ്റിങ്ങുമാണ് നമ്മുടെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഇത്. സ്വിഗ്ഗിയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ചേട്ടൻ പോയി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ കൊത്തു പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൊത്തു പൊറോട്ട. യെസ്, ഇതിലൊരു സംഭവം ഉണ്ടാവും, അതായത് ഒരു ഇങ്ങനത്തെ ഒരു ഇതെന്താ പറയുക, സലാഡ് എന്ന് പറഞ്ഞ സർലാസാണ്, എന്താ അങ്ങനെ സംഭവം. പിന്നെ ഇതാണ് നമ്മുടെ കൊത്തു പൊറോട്ട. തുറന്ന് കാണിച്ചുതരാം. നല്ല ടേസ്റ്റി, നല്ല സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല പച്ചമുളകിൻ്റെ ഒക്കെ എരിവ് നല്ല ഇതുണ്ടാവും. യെസ്, നല്ല ചൂട് കൊത്തു പൊറോട്ടയാണ്. ചെറിയ ചെറിയ പനീർ പീസസ് ഉണ്ട്, പൊറോട്ടയുണ്ട്, തക്കാളി, പച്ചമുളക്, സവോള, ക്യാരറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൊത്തു പൊറോട്ട. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കൊത്തു പൊറോട്ട കഴിക്കാൻ പോയി. ഞാൻ അതിന് മുന്നിൽ കൊടുക്കട്ടെ. പിന്നെ ഇത് കൂട്ടി കഴിക്കാം, നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം. ഞങ്ങൾ കഴിക്കാറൊക്കെ ഉണ്ട്, ചെറിയ പുള്ളി കിട്ടും വേണം. അത് ഞാൻ എൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, പിന്നെ എടുത്ത് വയ്ക്കാമല്ലോ. എനിക്ക് എന്തായാലും ഫുള്ളായിട്ട് വേണം, എനിക്ക് വെച്ചിട്ടില്ല, അല്ലാതെ വെച്ചിട്ടില്ല. അപ്പം ഞാൻ എടുക്കട്ടെ കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, ഇല്ലായിട്ടില്ല, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. ഒരു നേരമൊക്കെ നന്നായിട്ട് കഴിക്കാം. സോ ഇതാണ് നമ്മുടെ കൊത്തു പൊറോട്ട. എരിവൊക്കെ ഉണ്ട്, നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റ്. നമസ്കാരം കഴിക്കുന്നോ? ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് പുളിപ്പ്, തൈരിൻ്റെ ഒക്കെ പുളി, പിന്നെ സവാള ഇതൊക്കെ കിട്ടും. ഇത് വേണമെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ചെയ്യാം. അപ്പം നേരമില്ല, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ പൊടി. അതിന് വേണ്ടി അതിനുള്ള പാത്രം ഉണ്ടാക്കി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു തൈര് അല്ല, ഇത് തൈര് ഈ ഒരു ഇത് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം, ബൈ ബൈ. മറക്കരുത്, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ബൈ പറയണ്ടേ? ഓക്കെ.